ജില്ലയിലെ വയലാർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. പ്രസിഡന്റ് ഓമന ബാനർജിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ നിരവധി അംഗീകാരങ്ങളാണ് പഞ്ചായത്ത് സ്വന്തമാക്കിയിരിക്കുന്നത്. നമസ്കാരം ശ്രീമതി ഓമന ബാനർജി. നമസ്കാരം. ഈ ഒരു ഭരണ കാലയളവിനെ നിരവധിയായിട്ടുള്ള അംഗീകാരങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്ത് ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടിരിക്കുന്നത്. സ്ത്രീകൾക്കായാലും വയോജനങ്ങൾക്കായാലുമുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഭരണ കാലയളവിനെ എങ്ങനെയാണ് ഒറ്റനോട്ടത്തിൽ വിലയിരുത്താനാവുക? എന്റെ പഞ്ചായത്ത് വയലാറാണ്. വയലാറെന്ന് കേൾക്കുമ്പോൾ വയലും ആറും ചേർന്നതാണ്. വേമ്പനാട് കായലിന്റെ സൈഡിൽ വന്ന ഈ ഗ്രാമം എന്റെ പഞ്ചായത്ത് വയലാർ. എല്ലാവർക്കും വീട് കിട്ടുക എന്നുള്ളതാണ്, പാർപ്പിട സൗകര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് ഒരുവിധം ഞങ്ങൾ ഈ സാമ്പത്തിക ഈ ടൈമിൽ തന്നെ ഒരു 376 പേർക്ക് വീട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വഴിവിളക്ക്, വഴി, കുടിവെള്ളം ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാ വീടുകളിലും കുടിവെള്ളം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ ഗ്യാസും എല്ലാ വീടുകളിലും എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം ഹരിതകർമ്മസേനകളിലൂടെ ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ MCF, ഒരു വാർഡിൽ 3 മിനി MCF, 2 ബോട്ടിൽ ബൂത്തുകള്, അതുപോലെ തന്നെ ഇത് സെഗ്രിഗേറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ എല്ലാ സൗകര്യങ്ങളും കൂടിയ MCFകൾ, ഇതെല്ലാം തന്നെ ഞങ്ങൾ ചെയ്തു വരുന്നതാണ്. പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നന്നായി പ്രവർത്തിച്ചു വരുന്നു. തീർച്ചയായും വയലും ആറും ചേർന്നതാണ് ഈ വയലാർ എന്ന് നേരത്തെ സൂചിപ്പിച്ചു. അത്തരത്തിൽ ടൂറിസത്തിന് അനന്തമായിട്ടുള്ള ഒരു സാധ്യതയുള്ള പഞ്ചായത്താണോ? അതെ, വയലും ആറും ചേർന്നും അതുപോലെ തന്നെ വേമ്പനാട് കായലിനോട് തൊട്ട് കിടക്കുന്നതായതുകൊണ്ട് അതിനായി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അനധി ദൂരമല്ലാത്ത സമയത്ത് ഞങ്ങൾ അതിൽ ഇടപെടും, ടൂറിസം കൊണ്ടുവരും എന്ന് തന്നെയാണ് അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വെല്ലുവിളിയായി നിന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ടൂറിസമാണ്. തീർച്ചയായും കാർഷിക മേഖലയ്ക്കും അങ്ങേയറ്റം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രധാനമായും നെൽകൃഷിയെല്ലാം തന്നെയാണ് അവിടുത്തെ ഈ പ്രധാനപ്പെട്ട ഈ ഇനം വിള എന്ന് പറയുന്നത്. അതെ, കാർഷിക മേഖലയില് ഇപ്പൊ നെൽകൃഷി കുറച്ച് നാളുകളായി ഞങ്ങൾക്ക് നിന്നിരിക്കുകയായിരുന്നു. അതിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളുടെ സംസ്ഥാന സർക്കാർ തന്നെ കൃഷി വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തില് ഞങ്ങൾക്ക് 8 കോടി രൂപ അനുവദിക്കുകയും അതിനായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ പച്ചക്കറി കൃഷി നടത്തുന്നതിൽ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് കൃഷി നടത്തുന്നതും, പൂക്കൃഷി, സൂര്യകാന്തി കൃഷി, ഇങ്ങനെയുള്ള കൃഷികൾ എല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷി നമ്മുടെ തൊഴിലുറപ്പുമായി ചേർത്തുകൊണ്ട് പച്ചക്കറി കൃഷി നടത്തുമ്പോൾ അതിൽ വിഷമയമില്ലാത്ത പച്ചക്കറികളും അതുപോലെ തന്നെ നമുക്ക് സ്ത്രീകൾക്ക് ആദായവും ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് മുന്നോക്കം നിർത്താനും നമുക്ക് കഴിയുന്നുണ്ട്. അതാണ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത നാളുകളിൽ തന്നെ ഞങ്ങൾക്ക് നെല്ല് നല്ല രീതിയിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ വിളവെടുക്കാൻ പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. തീർച്ചയായും അതെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ജനങ്ങളുടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളാണ്. ലൈഫ് ഭവനം PMAY പദ്ധതി പ്രകാരമാണെങ്കിലും നിരവധി ആളുകൾക്ക് വീട് നൽകാൻ സാധിച്ചു എന്ന് പറയുന്നു. അത്തരത്തിൽ ഈ അടിസ്ഥാന വികസന കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ എത്രത്തോളം ഗ്രാമീണ റോഡുകൾ യാഥാർത്ഥ്യമാക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ട്? എല്ലാ വാർഡുകളിലും ഗ്രാമീണ റോഡുകൾ ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഗ്രാമീണ റോഡുകള് നമ്മളുടെ പഞ്ചായത്തിൻ്റെതായിട്ടും മറ്റു ജില്ലാ പഞ്ചായത്തിന്റെയും നമ്മുടെ MLA ഒക്കെ ആയിട്ടും ഒക്കെ നമുക്ക് ഒത്തിരി അനേകം റോഡുകളും അതുപോലെ തന്നെ NREGയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫുട്പാത്തുകളും ഒക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വഴിവിളക്കുകളും നമ്മുടെ റോഡും ഇതെല്ലാം ഞങ്ങളുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും കുറച്ചുകൂടി നമുക്ക് മുന്നോട്ടേറാൻ കഴിയണം. ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഈ കാലഘട്ടത്തില് എന്റെ പഞ്ചായത്തില് ഇതിന്റെ എല്ലാ സൗകര്യങ്ങളും ഇണക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതുപോലെ കൃഷി എന്ന് പറയുമ്പോഴത്തേക്കും മത്സ്യകൃഷി എല്ലാം തന്നെ നടപ്പിലാക്കുന്നുണ്ടോ?
മത്സ്യകൃഷി നടപ്പിലാക്കുന്നുണ്ട്. വേമ്പനാട്ട് കായലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് കായലിലും ഞങ്ങൾ മത്സ്യകൃഷി നടത്തുന്നുണ്ട്. ശുദ്ധജല മത്സ്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ മത്സ്യകൃഷിയും നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാർഷിക മേഖല പൊതുജലാശയങ്ങളിലും നമ്മൾ പറഞ്ഞു. മത്സ്യകൃഷിയായിട്ട് ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? പ്രത്യേകിച്ച് ഈ അംഗനവാടികളും സ്കൂളുകളും എല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എത്തരത്തിലാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് 26 അംഗനവാടികളുണ്ട്. എല്ലാ അംഗനവാടികൾക്കും സ്ഥലവും കെട്ടിടവും ഉണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് അംഗനവാടികളുമാണ്. അത് സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അംഗനവാടികളാണ് എല്ലാം ഉള്ളത്. പോരായ്മ 2 അംഗനവാടിക്ക് മാത്രമേ കെട്ടിടങ്ങൾ ഇനി ഇല്ലാതെയുള്ളൂ. ആ കെട്ടിടം നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അത് പണി പൂർത്തിയാകുമ്പോൾ ഞങ്ങൾക്ക് 26 അംഗനവാടികൾക്കും അംഗനവാടി കെട്ടിടമാകും. സ്ഥലവും കെട്ടിടവും എല്ലാം ആവും. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. പിന്നെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ഞങ്ങൾക്ക് 6 എണ്ണം ഉണ്ട്. അവിടെയും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരെണ്ണം ജില്ലാ പഞ്ചായത്തിന്റെയാണ്. ബാക്കി ഞങ്ങളുടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നു പോകുന്നു. എല്ലാവരും നല്ല റിസൾട്ട് തരുന്നതാണ്. തീർച്ചയായും. ഓക്കെ. അതോടൊപ്പം തന്നെ ഈ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? പ്രത്യേകിച്ച് ഈ കുടുംബശ്രീ, തൊഴിലുറപ്പ് എന്നിവരെയെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. സ്ത്രീ ശാക്തീകരണമായിട്ട് ഞങ്ങൾക്ക് 302 കുടുംബശ്രീ യൂണിറ്റുകൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വാർഡിലും ആക്സിലറി ഗ്രൂപ്പുകളും ഉണ്ട്. അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നു. തൊഴിൽ സംരംഭങ്ങൾ നടത്തുന്നുണ്ട്. സ്വയം സംരംഭം തുടങ്ങാനായിട്ടുള്ള പിന്നെ DICയുടെ ഒക്കെ സഹായത്തോടു കൂടി സംരംഭം തുടങ്ങുന്നുണ്ട്. സ്ത്രീകളും എല്ലാവരും കഴിയുന്നത്ര ആൾക്കാർ സംരംഭത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഒരു മഴക്കാലത്തെ അഭിമുഖീകരിക്കാനിരിക്കുമ്പോൾ തന്നെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലാണ് പഞ്ചായത്തിൽ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്? മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഞങ്ങള് നേരത്തെ തന്നെ കമ്മിറ്റി കൂട്ടുകയും എല്ലാ വാർഡിലും സാനിറ്റേഷൻ സമിതിയും വാർഡ് കമ്മിറ്റികളും എല്ലാം കൂടി ആദ്യം വൃത്തിയാക്കുക എന്നുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മഴ വരുന്നതിന് മുമ്പ് രോഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഞങ്ങൾക്ക് ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രമുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രവും അതിന്റെ കീഴിൽ 4 സബ് സെന്ററും അതുപോലെ തന്നെ ആയുർവേദം, ഹോമിയോ, സിദ്ധ എന്നിങ്ങനെ ആശുപത്രികളും നമുക്കുണ്ട്. എല്ലാ ഡോക്ടർമാരും എല്ലാ ആരോഗ്യ മേഖലകളിലും എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ മഴക്കാലത്തെ ഞങ്ങൾ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. നേരത്തെ തന്നെ അതിന്റെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് മഴക്കാലത്ത് ഞങ്ങൾ അതിജീവിക്കും. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഞങ്ങൾക്ക് അതുപോലുള്ള ഒരു പ്രവർത്തനം മഴക്കാലം കൊണ്ട് ഉണ്ടായിട്ടില്ല. ലഹരിക്കെതിരെ വിമുക്തി എന്ന ഓക്കെ. പേരിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ അടക്കം പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട് അല്ലേ? അതെ, അതെ, അതെ. ലഹരിക്കെതിരെ വിമുക്തി എന്നുള്ള പേരിൽ ഈ കഴിഞ്ഞ ദിവസം ഒരെണ്ണം നടത്തിയിട്ടുണ്ട്. ഇനി അടുത്ത തിങ്കളാഴ്ച ഒരു പരിപാടി കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിലും അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ലഹരിക്കെതിരെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വിദ്യാർത്ഥികളെയും യുവാക്കളെയും എല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ പഞ്ചായത്തിൽ ഈ കളിസ്ഥലം തുടങ്ങിയിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ ഏത് രീതിയിലാണ് ആവിഷ്കരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? കളിസ്ഥലം ഞങ്ങൾക്കിപ്പോ ബാഡ്മിന്റൺ ഒരു കോർട്ടുണ്ട്. അല്ലാതെ ഒരു ടർഫിന് വേണ്ടി ഞങ്ങൾ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് നിൽക്കുകയാണ്. അത് താമസിയാതെ അത് പണി പൂർത്തിയാവും. തീർച്ചയായും കളിസ്ഥലം ഇത്തരത്തിലുള്ള മികച്ച അങ്ങനെയാണ്. പിന്നെ പ്രവർത്തനങ്ങളെല്ലാം സ്കൂളുകളിലൊക്കെ നല്ല നടത്തുമ്പോൾ തന്നെ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ വെല്ലുവിളി നേരിടുന്നത് മാലിന്യമുക്തമാക്കാനായിട്ട് ഞങ്ങൾ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറെ അധികം മെച്ചപ്പെടുത്തിക്കൊണ്ട് അത് ഞങ്ങൾ മാലിന്യമുക്തമാക്കും എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അത് മാത്രമായിട്ടാണ് എനിക്കൊരു വെല്ലുവിളിയായിട്ട് തോന്നുന്നത്. വീട് കുറച്ച് പേർ കൂടി കൊടുക്കാനുണ്ട്. അത് വെല്ലുവിളിയായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അത് ഞങ്ങൾ കൊടുക്കും. അത് നമ്മൾ സർക്കാരിന്റെ നിയമങ്ങളാണല്ലോ. അതനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതെ, അത് ഞങ്ങൾ തീർച്ചയായും. വരുന്ന മുറയ്ക്ക് ഈ ഹരിത കർമാംഗ സേനാംഗങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് ഏകോപിപ്പിക്കുന്നത്? 100% അവരിൽ നിന്നും യൂസർ ഫ്രീ എല്ലാം തന്നെ വാങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇതുവരെ? ഉണ്ട് ഹരിതകർമ്മസേന. എന്നാൽ എല്ലാ മാസവും നമ്മൾ 100% കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഹരിതകർമ്മസേനയെ നമുക്ക് വാർഡിൽ വിന്യസിക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അതിന്റെ പിന്നെ
ബോധവൽക്കരണമൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഹരിതകർമ്മസേനയും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ അതിന്റെ ആവശ്യത്തിനുള്ള പിന്നെ MCF-ഉം മിനി MCF-കളും ബോട്ടിൽ ബൂത്തുകളും ഒക്കെ ഉണ്ട്. ഇനി ഞങ്ങൾക്ക് ഈ വലിച്ചെറിയൽ എന്ന് പറയുന്ന അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 24 സ്ഥലത്ത് ക്യാമറ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതും കൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും പൂർണ്ണമായും അത് ശരിയാവും എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. കായലും ഓക്കെ. ആറും ഒക്കെയുള്ള ഒരു പ്രദേശമാണ് ഈ വയലാർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കുടിവെള്ളക്ഷാമം ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പ്രദേശത്തെ ബാധിക്കുന്നുണ്ടോ? ഈ പൊതുജലാശയങ്ങളുടെ സംരക്ഷണം എല്ലാം തന്നെ പ്രത്യേകിച്ച് വേമ്പനാട്ട് കായലടക്കം തന്നെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണാനാവുക? കുടിവെള്ളത്തിന് ഞങ്ങൾക്ക് ജൽജീവൻ പദ്ധതി 100% പ്രഖ്യാപിച്ചു. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഞങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പൊതുജലാശയങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. 5 വാർഡുകൾ മാത്രമാണ് വേമ്പനാട് കായലിന് സൈഡായിട്ട് വരുന്നത്. അവിടെ പ്രത്യേകം ശുചിയാക്കുന്നുണ്ട്. അല്ലാതെ പൊതുജലാശയങ്ങളും പൊതു പൊതുകുളങ്ങളും അതുപോലെ തന്നെ തോടുകളും ഒക്കെ വൃത്തിയാക്കുന്നുണ്ട്. അതിനകത്ത് NREGയും നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. NREGയിൽ നിന്നും വർക്ക് എടുത്ത് അത് അവിടെയും ചെയ്യുന്നുണ്ട്. അതും നല്ല രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായും മഴക്കാലം ഓക്കെ. ആയതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ളൊരു സാധ്യതയുണ്ടോ ഈ പ്രദേശത്ത്? വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണോ നിലവിൽ? വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലം ഉണ്ട്. കാരണം തോടുകളൊക്കെ പഴയ രീതിയിലൊന്നും കിടക്കാത്തത് കൊണ്ട്. പക്ഷെ അതിനിപ്പം നമ്മള് അതിന് മുമ്പ് വെള്ളക്കെട്ടുണ്ടാകുമെന്നുള്ള അത് മാനിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അത് കണ്ടുകൊണ്ട് ഞങ്ങള് തോടുകളൊക്കെ ആഴം കൂട്ടുകയും ജലാശയങ്ങൾ വൃത്തിയാക്കുകയും ചെയ്തപ്പോൾ കുറെയൊക്കെ വെള്ളക്കെട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്. പിന്നെ കാലാവസ്ഥ കൂടുതൽ രൂക്ഷമാകുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്കും വെള്ളക്കെട്ടുണ്ടായേക്കാം എന്ന് പറയാം. എന്നല്ല, കാരണം പ്രകൃതിയെ നമുക്ക് അത്രയും എടുക്കാൻ പറ്റുന്നില്ലല്ലോ, വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. അതെ, തീർച്ചയായും. ഇനി ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് കരുതിയിരിക്കുന്നത്? ഭാവിയിലെ ഞാനീ പറഞ്ഞെടുത്തുള്ള എല്ലാ പദ്ധതികളും പരിപൂർണമാണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ആയിട്ടുണ്ടെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഈ പദ്ധതികളെല്ലാം തന്നെ പൂർണ്ണമാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാ പദ്ധതികളും ഞങ്ങൾ പഞ്ചായത്ത് എടുത്തിട്ടുണ്ട്. വീട്, കക്കൂസ്, അത് അടിസ്ഥാന സൗകര്യങ്ങള്, വഴി, വഴിവിളക്ക്, വെള്ളം, എല്ലാം ഞങ്ങൾ പഞ്ചായത്തിന് എടുത്തിട്ടുണ്ട് ഈ ഇത്രയും വർഷങ്ങളായിട്ട്. അപ്പൊ ഇനിയും അത് പൂർണ്ണമായി എന്ന് ഞങ്ങൾ ആക്കുന്നില്ല. അതാണ് ഞങ്ങൾക്ക് ഇനി പൂർത്തീകരിക്കാനുള്ളത്. TRF പൂർത്തീകരിക്കാനുണ്ട്. അങ്ങനെ പൂർത്തീകരിച്ചിട്ടില്ലാത്ത വർക്കുകളെല്ലാം പൂർത്തീകരിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ പഞ്ചായത്ത്, എന്റെ പഞ്ചായത്ത് എല്ലാം തികഞ്ഞ ഒരു പഞ്ചായത്തായി മാറുമെന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. തീർച്ചയായും ആലപ്പുഴ ജില്ലയിലെ വയലാർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പങ്കുവച്ചത്. ഭാവി പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി ഓമന ബാനർജി. ഓക്കെ. എന്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളും വികസന പ്രവർത്തനങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.